തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലെ SK ആശുപത്രിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ച അഖിലിന്റെ ബന്ധുക്കൾ ആശുപത്രി അധികൃതർ വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് നൽകിയെന്നാണ് ആരോപണം. മൃതദേഹവുമായി ബന്ധുക്കൾ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. അഖിലിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമാണെന്നാരോപിച്ചായിരുന്നു ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മഴയത്തും മണിക്കൂറുകളോളം മൃതദേഹവുമായി ബന്ധുക്കൾ ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധിച്ചു. ഞങ്ങളുടെ റിപ്പോർട്ടും അവരുടെ കയ്യിരുന്ന റിപ്പോർട്ടും തമ്മിൽ അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഒരു 10-15ഓളം പേപ്പർ വെറും പ്ലെയിൻ പേപ്പേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ തന്നിട്ടുള്ള റിപ്പോർട്ടല്ല അവരുടെ കയ്യിലെ റിപ്പോർട്ട്. ഇത് പോലീസുകാർക്ക് മനസ്സിലായി. പോലീസുകാർ അവരോട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അപ്പോഴപ്പോഴാ ഓരോ ടൈമിലും ഓരോ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് വരും. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂറോളം ഈ ബോഡി ഇതിനകത്ത് ഈ പുറത്ത് ഇറക്കി നിർത്തിയിട്ട് ആ ബോഡി മഴയത്ത് ഞങ്ങൾ നിർത്തിച്ചു. തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് പാലോട് സ്വദേശി അഖിലിനെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ബെഡില്ലാത്ത സാഹചര്യം മുൻനിർത്തി അധികൃതർ മടക്കി അയച്ചതിനെ തുടർന്ന് യുവാവിനെ ഇടപ്പഴഞ്ഞിയിലെ SK ആശുപത്രിയിലെത്തിച്ചു. അവിടെ നിന്നും യുവാവിന് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ബെഡിൻ്റെ ഒഴിവില്ലാത്തത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അതിനൊന്നും പറ്റത്തില്ല, ഈ കാർഡിയോ ഇഷ്യൂ ആയതുകൊണ്ട് അത് പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം, അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ട്രീറ്റ്മെൻറ്റ് വേറെ ഒന്നും കിട്ടിയില്ല. രക്ഷപ്പെടുത്താൻ 100% സ്കോപ്പുള്ളതായിരുന്നു. ആൻജിയോഗ്രാം ചെയ്ത് രക്ഷപ്പെടുത്താൻ 100% സ്കോപ്പുള്ളായിരുന്നു. ഇവരൊക്കെ കൊണ്ട് അശ്രദ്ധ കൊണ്ടാണ് ഇത്രയും സംഭവിച്ചിട്ടുള്ളത് എന്ന് ചേട്ടൻ പോയിട്ടുള്ള ഇവർ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. സംഭവത്തിൽ വ്യാജ മെഡിക്കൽ റിപ്പോർട്ടിനെതിരെ ബന്ധുക്കൾ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് മൃതദേഹം ആശുപത്രി അധികൃതർ വിട്ടു നൽകിയത്. അതേസമയം SK ആശുപത്രിക്കെതിരെയും മെഡിക്കൽ കോളേജിനെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.